തിരുവനന്തപുരം കൊടപ്പനംകുന്ന് സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് വന്നെത്താവുന്ന ലൊക്കേഷനിൽ നമ്മുടെ ദൂരദർശൻ കേന്ദ്രത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന ഒരു വില്ല പ്രോജക്റ്റ് ഉള്ളത്. സിൽവർ കാസിൽ എന്ന് പറയുന്ന വില്ല പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിനകത്ത് നമുക്ക് 4.85 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച ഒരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. നമുക്കിതുപോലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങളൊരു വില്ല ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാം. ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമുക്ക് അത്യാവശ്യം മുൻവശത്ത് സ്പേസ്, പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് ഉണ്ട്. അത് പോയിട്ട് നമുക്കൊരു വണ്ടിയും കൂടെ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ കയറ്റി പാർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് നമ്മുടെ ഈ ഒരു വഴിയുടെ എൻഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗസ്റ്റിൻ്റെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൊടപ്പനംകുന്ന് സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വീണ്ടും മണ്ണന്തല റൂട്ടിലേക്ക് നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ വലതുവശത്തായിട്ട് NSS നഗർ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാൻ സാധിക്കും. അതിനകത്ത് കയറി നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ എൻട്രൻസ് കാണാം, സിൽവർ കാസിൽ എന്ന് പറഞ്ഞ്. അതിനകത്ത് കയറി ഹൗസ് നമ്പർ 5 ആണ് നമ്മുടെ ഈ വീട്ട് നമ്പറെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇതുപോലെ അത്യാവശ്യം നല്ല വലിയൊരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മുടെ വീടിനുള്ളിലേക്ക് പോകുന്നത്. മുൻവശത്തുള്ള വാതിലൊക്കെ ഇതുപോലെ തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട് വന്നിട്ട് ഏകദേശം 12 വർഷം പഴക്കമുണ്ട്. പക്ഷേ ആ പറയുന്നൊരു പഴക്കമൊന്നും നമുക്കിതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ തോന്നത്തില്ല. അത്രയും നീറ്റായിട്ടാണ് വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ്ങിലേക്ക് എൻട്രൻസ് വരും. ഇവിടെ ഒരു വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോർണറിലായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. കിച്ചണിൽ ഫുള്ളായിട്ട് മോഡുലാർ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് വുഡിലാണ്. അങ്ങനെ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് ഇവിടെ എല്ലാമായിട്ട് കാണാൻ സാധിക്കും. അവിടെ നേരെ പോകുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അതിൻ്റെ അടിവശത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് യാർഡാണേ. ചെറിയൊരു കിച്ചൺ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെയ്യാം. ഇവിടെ ആയിട്ട് ഗ്യാസ് എല്ലാം വെക്കാനുള്ള സൗകര്യം, പുറത്തായിട്ട് സെർവൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂമാണ്. എല്ലാ റൂമുകളിലും ഇതുപോലെ കേർട്ടനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അവിടെ എല്ലാം നോക്കിയാൽ കാണാം. ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. കബോർഡ് വന്നിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം സെറയുടെ ഫിറ്റിങ്സ് ആണ് വരുന്നത്. എല്ലാം നീറ്റ് കണ്ടീഷനിലാണ് നമുക്ക് ഫിറ്റിങ്സ് എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു കോമൺ സ്പേസ് കാണാം. ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം ഉണ്ട്. ഇതിനകത്തും കബോർഡെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എല്ലാം നീറ്റ് പുത്തൻ കണ്ടീഷനിൽ ഇരിപ്പുണ്ട് കേട്ടോ. വുഡിൽ ചെയ്തുകൊണ്ട് തന്നെ അതെല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിൽ നീറ്റായിട്ടിരിപ്പുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കിതുപോലെ പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസിലേക്കും എൻട്രൻസ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ടെറസിലേക്ക് കയറാനായിട്ട് സ്റ്റെയർസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതുപോലെ നമുക്ക് കബോർഡ് കാണാൻ സാധിക്കും. 3 പാളിയിലൊരു കബോർഡ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം സിമിലർ ഫിറ്റിങ്സ് ആണ്. നേരത്തെ പറഞ്ഞ അതേ ഫിറ്റിങ്സ് ആണ് വരുന്നത്. നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് 2 എൻട്രൻസ് ആണ് പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഈ കാണുന്ന പോലെ വീടിൻ്റെ സൈഡിലേക്ക് മുൻവശത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി വരും. അതുപോലെ നമുക്ക് ഈ ഭാഗത്തായിട്ട് വേറൊരു ബാൽക്കണി സ്പേസിലേക്കും എൻട്രി വരും. എല്ലായിടത്തേക്കും ഇതുപോലെ മൊസ്കിറ്റോ നെറ്റെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമുക്കിനി നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫർണിച്ചറൊക്കെ കൊണ്ടുവന്ന് അങ്ങ് താമസിച്ചാൽ മതി. ഇതുപോലൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് താമസിക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ മരങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വീട്ടിനകത്ത് അങ്ങനെ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു തണുപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഈ ചുറ്റുവട്ടത്തായാലും നല്ല കാമായിട്ടുള്ള അന്തരീക്ഷമാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 94 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് കൊടപ്പനംകുന്ന് തൊട്ടടുത്താണ്. ഇനി മണ്ണന്തല സൈഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈസിലി കയറാം. അതുവഴി തന്നെ സെൻറ് തോമസ് സ്കൂളോ അല്ലെങ്കിൽ നാലാഞ്ചിറ ബേസ് ചെയ്തിട്ടുള്ള സ്കൂളോ ആ സൈഡ്സിലേക്ക് ഈസിലി കയറാം. പേരൂക്കട നമുക്കിവിടെ അടുത്താണ്. പേരൂക്കടയിൽ നിന്ന് അമ്പലമുക്ക്, കവടിയാറ്, ഏത് സൈഡിലേക്ക് വേണമെങ്കിലും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ. തിരുവനന്തപുരം സിറ്റിക്കകത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് വന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലൊക്കേഷൻ. അതും സേഫ്റ്റി ഒരു കൺസേൺ ആണ് പലർക്കും. അതുകൊണ്ട് തന്നെ വില്ല പ്രോജക്റ്റിനകത്തായതുകൊണ്ട് നമുക്കിതുപോലെ ഒരു സെക്യൂരിറ്റിയും അങ്ങനെയുള്ള സൗകര്യങ്ങളും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 94 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്.